ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. ഉണ്ടാക്കുന്ന വിധം ഞാൻ നിങ്ങൾക്കൂടി കാണിച്ചു തരാം. നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ? ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ ആദ്യം ഫിഷ് ക്ലീൻ ആക്കി എടുക്കണം. ഇനി അതിൽ തേക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. ഉപ്പ്, മുളക്, മഞ്ഞൾ, കുരുമുളക്, ജീരകം എന്നിവ ചേർത്ത് സുർക്കയും ഒഴിച്ചാൽ മസാല റെഡിയായി. ഇനി നമുക്ക് ഫിഷിൻ്റെ മരത്തിലേക്ക് തേക്കാം. അത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് റെസ്റ്റ് ചെയ്തെടുക്കണം. എല്ലാവർക്കും മസാല പിടിച്ചണേ. എന്നിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് അതിന് മുമ്പ് നമുക്ക് കുറച്ച് സവാള, മസാലക്കുള്ള ഉള്ളി മൂപ്പിച്ചിട്ടാൽ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് എന്നിവ ചേർക്കുക. ഇനി പൊടികൾ ചേർക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, തക്കാളി എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്രൈ ചെയ്ത് ഫിഷ് ചേർത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ചപ്പ് പൊടി. ഇനി നമുക്ക് ചോറ് വറ്റിച്ചെടുക്കാം. ചോറിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പേസ്റ്റ്, ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, ഓയില്, പിന്നെ ലെമൺ ജ്യൂസും ഒഴിക്കണം. ഇനി വെള്ളം ഒഴിച്ച് വേവിക്കാം. പിന്നെ ചപ്പ്, പുതിന, ഉപ്പും പിന്നെ അരിയും ചേർത്ത് വേവിക്കണം. ആ വേവിച്ച റൈസ് മസാലൻ്റെ മേറ്റിലേക്ക് ഇനി റൈസിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള, കരിവേപ്പിൻ്റെ ഇല, ഗരം മസാല, ചപ്പ്, പുതിന, നെയ്യ്. 6 kg നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇനി ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷ് മേലെ വെക്കാം. ഇനി ദം ചെയ്തിട്ടുള്ളത് ദം പൊട്ടിക്കാം. ഇനി സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ മേലെ പൊരിച്ച് വെച്ചിട്ടുള്ള ഫിഷ് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പൊരിച്ച് വെച്ചിട്ടുള്ള സവാളയും വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ല, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ശരി, ടാറ്റാ.